ഗാഥയും നവീനും തമ്മില് പഴയതുപോലെ ആയി. എന്നും എന്റെ മക്കൾ ഇങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ. ഈ ഗാഥയാണ് കൂടെയുള്ളതെങ്കിൽ നവീന്റെ ജീവിതം എപ്പോഴും സന്തോഷത്തെ തന്നെയായിരിക്കും. അതെന്താ നന്ദേട്ടൻ അങ്ങനെ പറഞ്ഞത്? ഈ ഗാഥയാണെങ്കിലെന്ന് അപ്പൊ വേറൊരു ഗാഥയുണ്ടോ? ഉണ്ട്. ഏ ഭഗവാൻ നേരിട്ടൊന്ന് തലോടിയെന്ന് വിചാരിച്ചോ? പറയാൻ പറ്റില്ല. ഇത്രയും വലിയ ഭക്തയ്ക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ദർശനം ഉണ്ടായേക്കാം. കഥ ഇന്ന് രാവിലെ തന്നെ കണ്ടപ്പോൾ മുതൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാ. കൈവിട്ടു പോയി എന്ന് വിചാരിച്ച എൻ്റെ ജീവിതം എന്നിലേക്ക് എന്നെ തിരിച്ചു വന്ന പോലെ. ഈ കൊല്ലത്തെ വിഷു ഒരുക്കങ്ങൾ ഗംഭീരമാവും, എനിക്കുറപ്പാ. പൂജകൾ നന്നായിട്ട് നടന്നപ്പോൾ പൂജാരി അത് പറഞ്ഞു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് എൻ്റെ വിഷു കൈനീട്ടാം. എന്തോന്നും മിണ്ടാത്തെ? ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലല്ലോ. അയ്യോ, അത് ഞാൻ... ഈ സംസാരം ഉണ്ടല്ലോ, നിഷ്കളങ്കത പോലും മാറാത്ത ഈ സംസാരം, അതാ എനിക്കിഷ്ടം. അയ്യോ, ഞാനൊരു തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് ആ നിമിഷം തൻ്റെ കണ്ണുകൾ പറയും. അത് കാണാൻ നല്ല രസമാണ്. എന്നാ പൊയ്ക്കൂ. നന്ദേട്ടാ, ഇങ്ങോട്ട് വന്നേ. ദേ, അങ്ങോട്ട് നോക്കി. കഥ നന്ദേട്ടാ, കണ്ടോ? പൂജകളൊക്കെ ഭംഗിയായി തീർന്നതിന്റെ ഗുണം. ഗാഥയും നവീനും തമ്മില് പഴയതുപോലെ ആയി. എന്നും എന്റെ മക്കൾ ഇങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ. ഈ ഗാഥയാണ് കൂടെയുള്ളതെങ്കിൽ നവീന്റെ ജീവിതം എപ്പോഴും സന്തോഷത്തെ തന്നെയായിരിക്കും. അതെന്താ നന്ദേട്ടൻ അങ്ങനെ പറഞ്ഞത്? ഈ ഗാഥയാണെങ്കിലെന്ന് അപ്പൊ വേറൊരു ഗാഥയുണ്ടോ? ഉണ്ട്. ഏ ബഹളം വയ്ക്കുന്ന അഹങ്കാരിയായ ആരോടും എന്തും പറയുന്ന ഒരു ഗാഥയില്ലേ അവളുടെ മനസ്സിൽ? ആ ഗാഥയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ശരിയാ. ഇനി അങ്ങനൊന്നും വരില്ലായിരിക്കും അല്ലേ? വരില്ല. കുറച്ചു നേരെങ്കിലും എൻ്റെ മോനും സന്തോഷിക്കട്ടെ. എത്രയോ നാളുകളായിട്ട് അവനെ സങ്കടത്തിൽ കാണുന്നതാ. അതേ നന്ദേട്ടാ, പഴയ ചിരിയോടെ അവനെ ഒന്ന് തിരിച്ചു കിട്ടിയാ മതിയായിരുന്നു. വാ മക്കളെ,
ആദ്യം നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അല്ല, നീ വരുന്നില്ലേ? എനിക്കൊന്നും വേണ്ട. വ്രതം എടുത്തതിന്റെ തളർച്ചയെന്നൊക്കെയല്ലേ നേരത്തെ പറഞ്ഞത്. വേണമെങ്കിൽ വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ, കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട. എനിക്ക് നല്ല വിശപ്പുണ്ട്, അനിയൻ സാറിനും വിശപ്പുണ്ട്. ഞങ്ങളേ പോയിട്ട് എന്തേലും കഴിച്ചിട്ട് വരാം കേട്ടാ. ഇടി. എടി, ഈ ഹോട്ടലിൽ നിന്നാണെങ്കിൽ ഞാൻ വരാം. ഞാൻ കരുതി നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ഏതെങ്കിലും തല്ലിപ്പൊളി ഹോട്ടലിൽ നിന്നായിരിക്കുന്നു. അതാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞ. ഈ ഹോട്ടൽ എനിക്ക് ഓക്കെയാ, കുഴപ്പമില്ല. അല്ല, മോക്ക് ഇതുപോലുള്ള വലിയ ഹോട്ടലൊന്നും ഇഷ്ടമല്ലല്ലോ. ആ, തിരിച്ചു വാ. 2 ദിവസം പിടിച്ചേ പട്ടിണി കിട്ടണം. അപ്പൊ എവിടെ നിന്ന് കിട്ടിയാലും തിന്നും. അല്ല, എന്ത് സാറേ? ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ. പക്ഷേ കൃഷ്ണമോൾക്ക് ഇതുപോലുള്ള ഹോട്ടലുകളിലല്ലോ താല്പര്യം. മോൾക്ക് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചെറിയ ഹോട്ടലിലേ പറ്റുള്ളൂ. ഇവിടം വരെ വന്നതല്ലേ? അതുകൊണ്ടെന്താ, മോളുടെ താല്പര്യങ്ങൾ മറികടന്ന് ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ല. വാ, നമുക്ക് അപ്പുറത്തേതെങ്കിലും ചെറിയ കടയുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഇപ്പൊ തന്നെ നോക്കി കണ്ടുപിടിക്കാം. വാ മോള് കയറി. വാ മോള് കുട്ടി. ആ വാ. ഇങ്ങേർക്ക് ഇതെന്താ? ഏതിനും ചവറ് ഹോട്ടലിൽ ചെന്നാലേ ഇറങ്ങുള്ളൂ. ഹാ, അവളുടെ സ്വഭാവമാണല്ലോ പറഞ്ഞത്. അവളുടെ ക്യാരക്ടർ അനുസരിച്ച് നടുറോഡിൽ ഭക്ഷണം ഇട്ടാലേ അതും എടുത്ത് തിന്നോളും. പറഞ്ഞു ആവശ്യമില്ലാത്ത രീതിയിലേക്ക് കയറല്ലേ. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, ഞാൻ ഭയങ്കര പെശകം. എവിടെ നിന്നായാലും എന്തെങ്കിലും വാരി വലിച്ച് തിന്നോണം. കഴിക്കാതിരുന്ന എവിടെയെങ്കിലും തളർന്ന് വീണുപോയാലേ എന്നെ കൃഷ്ണ വന്നാലും കളരിക്കലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വരും. അയ്യോടി, നീ കൊറേ നേരമല്ലേ എന്നെ ഭരിക്കാൻ തുടങ്ങിയിട്ട്? ആ അതെ, കൃഷ്ണ വരുന്നത് വരെ ഭരിക്കാൻ തന്നെ ഉദ്ദേശം. മര്യാദയ്ക്കനുസരിച്ച് നിന്നാ മതി കേട്ടോ. തോമസ് ഏട്ടാ, ഓ ഗസ്റ്റ് ഉണ്ടേ.